ലഹരിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിച്ചു. ലഹരിയുടെ ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കൌൺസിലർ ഫർഹാൻ ബി എം കൌൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചത്. യുവാക്കളിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാണെന്നും ഇത് കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നതായും ആനുകാലിക സംഭവങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പ്രമേയം അവതരിപ്പിച്ച് വിശദീകരിച്ചു. 2024 2 മാസം പിന്നിടുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 39 കേസുകളാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു വേട്ടയാണ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിൽക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ നാട് മാറുന്നു എന്നുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ വാർഡുകൾ എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാ നേട്ടങ്ങളിലും അഭിമാനിക്കുന്നവരാണ്, ഒരുമിച്ച് അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതേറെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മളൊക്കെ ജനപ്രതിനിധികളായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥി സംഘടനകളെ, സാമൂഹിക സംഘടനകളെ, അതുപോലെ തന്നെ എല്ലാവരെയും, യുവജന സംഘടനകളെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റിന് പൊന്നാനി നഗരസഭ തയ്യാറെടുക്കണം. സംസ്ഥാന സർക്കാരും നഗരസഭയും ഈ വിഷയത്തെ അനുകൂലമായി കാണുന്നതായും നടപടി ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാനും ഉറപ്പു നൽകി. നമ്മുടെ പ്രദേശത്ത് ലഹരിയിലേക്ക് വഴുതി പോകുന്ന പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ടുള്ള കുട്ടികളടക്കമുള്ള കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ കുടുംബശ്രീ സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചത്. നമ്മൾ നമ്മൾ സസൂക്ഷ്മം, അതല്ലെങ്കിൽ നമ്മൾ വളരെ വ്യക്തിപരമായ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് വാർഡ് തലങ്ങളിലുള്ള വിമുക്തിയുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം എന്തുമാത്രം നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ കൗൺസിലർമാരും നടത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പോൾ ഈ പ്രമേയം ഒരു പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടു എന്നതിനപ്പുറം നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനം വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള കൂട്ടായ ആത്മാർത്ഥമായ ഇടപെടലുകൾ അനിവാര്യമാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രമേയത്തെ അനുബന്ധമായി ചേർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പൊന്നാനി നഗരസഭാ പരിധിക്കകത്തുള്ള വിദ്യാലയങ്ങളിലടക്കം നമ്മുടെ വാർഡുകളിലടക്കം കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.